നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ എന്റെ മോളെ എനിക്ക് തിരിച്ചു തരുമ്പോ ഞാൻ ഏൽപ്പിച്ചതുപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. എന്റെ മകളുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെക്കുറിച്ച് കോടതിയിൽ ഞാൻ പറഞ്ഞോളാം. എന്നാൽ അവൾ ഇങ്ങോട്ട് വരുമ്പോ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ മകന്റെ സ്വഭാവശുദ്ധി കൊണ്ട് സച്ചി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ ദാസ് അവനിട്ട് കൊടുത്ത ഷോപ്പ്, അന്തസ്സുള്ള അമ്മായിയമ്മയാണെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം മരുമകളെ ഇറക്കി വിടാൻ. ഇല്ലെങ്കിൽ ഞാനും എന്റെ 5 മക്കളും നാളെ ഈ വീട്ടിൽ കയറി താമസം തുടങ്ങും. തടയാൻ പറ്റുമെങ്കിൽ നീ തടയി സുശീലേ. എന്താമേ? ഇന്ദിരാ, നീ ഇപ്പൊ എവിടെയാ? ഞാന് ബാങ്കിൽ വരെ ഒന്ന് പോവാമേ. വൈകിട്ട് ലോഡ് വരും, ക്യാഷ് എടുത്ത് വെക്കണം. അത് വൈകിട്ടല്ലേ? നീ ഇപ്പൊ വേറൊരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ട്. എന്താമേ? ആ വിജയനെ വിളിച്ച് ഹൗസ് ഓണറേയും കൂട്ടി വന്ന് ഇന്ന് തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറയണം. അവർ ഇന്നോ നാളെയോ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞാൻ ഇപ്പൊ വിളിച്ച് ചെയ്യിക്കുന്നേ? ഇപ്പൊ തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം ഇന്ദിര. ഇനി ഒരു നിമിഷം അവളെ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. അത് വലിയ പണിയാവും. എന്ത് പണി? അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അല്ലെങ്കിൽ ഇപ്പം ഫോണിലൂടെ പറയണ്ട, ഞാൻ വീട്ടിലേക്ക് വരാം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതൊന്നും അവിടെ വെച്ച് പറയാൻ പറ്റില്ല. അയാള് വന്നിരുന്നു അവിടെ, നിന്റെ അമ്മായിയപ്പൻ അനന്തമാഷ്. നമ്മുടെ കുടുംബം കുളം തോണ്ടിയിട്ടേ അയാളുടെ മകളെ കൊണ്ട് അവിടുന്ന് തിരിച്ചു പോകുന്നു എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. ഇനി ഒരു നിമിഷം നമ്മളെ കാത്തു നിൽക്കട്ടെ ഇത്ര. ആ വീട്ടിൽ നിന്നുകൊണ്ട് അവളും അവളുടെ അച്ഛനും നമുക്ക് പണി തരാൻ പാടില്ല. അച്ഛനവിടെ നിന്ന് ഉടക്കിയിട്ടാണോ അമ്മ പോയത്? അതേന്ന് പറഞ്ഞില്ലേടാ. അയാളെന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം എന്താ? നിനക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? പറ്റുമോന്ന് അമ്മ പറ, ചെയ്യാം. നീയേ വിജയനെ ഹൗസ് ഓണറേയും നമ്മുടെ വാടക വീട്ടിലെത്തിക്കേ. അവരവിടെ പണി തുടങ്ങി വെക്കുമ്പോ നമ്മളും അങ്ങോട്ട് ചെല്ലും. നാളെ എന്താ സംഭവിക്കുന്നൊന്നും നോക്കണ്ട. ഇന്ന് നമ്മളെ ഇറക്കി വിട്ടിരിക്കും അവളെ. അവിടെയാ നമ്മുടെ വിജയം. ഇനി അവളായിട്ട് ഇറങ്ങിപ്പോയാ നമ്മൾ തോറ്റുപോവേ ഉള്ളൂ. നീ എന്തു പറയുന്നു? അമ്മ റെഡിയായിരുന്നു. നമ്മൾ തന്നെ വിജയിക്കും. അതിനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും. ആ ശരി. ഭാനുമേ, നമുക്കെന്നാ ഇറങ്ങിയാലോ? രഘുവേട്ടനും അമ്പിളിച്ചേച്ചി മോനെയും കൊണ്ട് ദാസങ്ങളുടെ വീട്ടിൽ എത്തിക്കൊള്ളാന്നാ പറഞ്ഞേ. നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് ചെന്നാ മതി. ആ, എന്നാലേ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരാം. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ഭാനുമ്മേ. ഭാനുമ്മ പോയി ഓട്ടോ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? അവിടുന്ന് തന്നെ കയറി പോയാ പോരെ? മോളെ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വിജയേട്ടനും ഹൗസ് ഓണറും ആണല്ലോ. വീട് ഒഴിയാൻ പറയാനായിരിക്കോ?
അല്ല ഭാനുമയും അനുപമയും എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയാണോ? അതെ വിജയ, ഞങ്ങളെ ദാസാറിന്റെ വീട് വരെ ഒന്ന് പോവാനിറങ്ങിയതാ. അല്ല, നീ എന്താ വിശേഷിച്ച് ഇങ്ങോട്ട്? അനുപമയെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. പീതാംബരൻ സാറിനെ മനസ്സിലായില്ലേ? ആ, പിന്നെ കേറിയിരിക്കെ സാർ. കേറ് സാറേ. വിജയേട്ടനും വാ. ഇരിക്ക്. ഇന്ദ്രൻ വീടൊഴിയാൻ തീരുമാനിച്ച കാര്യം അറിയാലോ അല്ലേ? കുറച്ച് ദിവസം എന്നോട് പറയാൻ തുടങ്ങിയിട്ട്. പീതാംബരൻ സാറിനെ വിളിച്ച് കർശനമായിട്ട് പറഞ്ഞിരിക്കുക, താക്കോല് വാങ്ങി എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യണമെന്ന്. എനിക്കാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. അതിനിടയിൽ ഇങ്ങനെ ഒരു കുരിശ്. എന്നാ പിന്നെ എല്ലാം ഇന്ന് തന്നെ അങ്ങ് തീർത്തേക്കാന്ന് വെച്ചു. അയ്യോ, അപ്പോ ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് മാറണോ സാർ? വേണം അനുപമ. ഇന്ദ്രനും അവന്റെ അമ്മയും വരുന്നുണ്ട്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി വീട് പൂട്ടി താക്കോൽ ഏൽപ്പിക്കാനാ അവർ വരുന്നത്. മോളെ, പീതാംബരൻ സാറ് അഡ്വാൻസിന്റെ ബാക്കി തുക നൽകി എഗ്രിമെന്റ് പേപ്പറിൽ പേന വെച്ച് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതോടെ ഇടപാട് തീർന്നു. ഫാമിലിയായി താമസിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാ വീട് തന്നത്. ഇപ്പോ ഫാമിലി അറിയാതെയാണല്ലേ വീട് ഒഴിയുന്നത്. അതെ സാറ്, എനിക്ക് കുറച്ച് ദിവസം കൂടി സമയം തരണം. ഉടനെ വീട് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് സാർ ഒന്ന് പറയണം. ഒഴിയാനാണെങ്കിലും ഒഴിപ്പിക്കാനാണെങ്കിലും 1 മാസത്തിന് മുൻപെങ്കിലും നോട്ടീസ് കൊടുക്കണമെന്നല്ലേ? അതൊക്കെയാണ് നിയമം. പക്ഷേ സാറിന് ഇത്തരം തലവേദന എടുക്കാൻ പറ്റില്ല അനുപമേ. ഇന്ദ്രന്റെ സ്വഭാവം അറിയാലോ. അവൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പാ. ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ അല്ലാതെന്താ? ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിക്കട്ടെ മോളെ. ഈ വീട്ടിൽ നിന്നല്ലേ നിന്നെ ഒഴിപ്പിക്കാൻ പറ്റൂ. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇന്ദ്രൻ ഈ വീട് ഒഴിഞ്ഞ എനിക്ക് ഈ വീട് വാടകയ്ക്ക് തരാമോ? അതേ അഡ്വാൻസും വാടകയും ഞാൻ തന്നോളാം. വീട് നന്നായി നോക്കുകയും ചെയ്തോളാം. ഇല്ല അനുപമേ, വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട് ഞാനങ്ങ് നിർത്തി. ഞാൻ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു. മോളെ, സത്യം പറഞ്ഞ ഇന്ദ്രൻ ഈ വീട് ഒഴിയാൻ പോകുമെന്ന് പറഞ്ഞപ്പോ തന്നെ ഈ വീട് വാങ്ങാൻ ആളുമായി അനുപമേ. പീതാംബരൻ സാറ് വില ഉറപ്പിച്ച് അഡ്വാൻസ് വാങ്ങി. അല്ല, ഇനിയിപ്പം എടുക്കാനുള്ളതൊക്കെ എടുത്ത് മാറുന്ന അനുഭവം നല്ലത്. അല്ലെങ്കിൽ ഇന്ദ്രനും സുശീല ചേച്ചിയും വന്ന് എല്ലാം എടുത്ത് പുറത്തിട്ട് വാതിലടയ്ക്കും. വാ ബാനുമേ, നമുക്ക് എടുക്കാനുള്ളതൊക്കെ എടുക്കാം. ഇതിനൊക്കെ ആ തള്ളയും മോൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ.